ചൂടിങ്ങനെ നിമിർത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. പരമാവധി എന്താ പറയുക, എരിവും ഉപ്പുമൊക്കെ കുറച്ച് നാടൻ സാധനങ്ങൾ വെച്ചിട്ടുള്ള കറികളാണ് നമ്മളെപ്പോഴും ഈ ചൂടുകാലത്ത് പ്രിഫർ ചെയ്യേണ്ടത്. പ്രത്യേകിച്ച് നമുക്ക് ഈ ചൂടുകാലത്ത് അവൈലബിൾ ആയിട്ടുള്ളത് ചക്കയും മാങ്ങയും മുരിങ്ങയിലയും മുരിങ്ങക്ക ഒക്കെയാണ് അല്ലേ. അപ്പം അത് വെച്ചിട്ടുള്ള ഒരു കിടിലൻ 2 റെസിപ്പിയാണ്. ഒന്ന് ചക്കക്കുരു മാങ്ങ മുരിങ്ങക്ക കറി, അത് വളരെ കോമൺ ആയിട്ട് നമ്മുടെ വീട്ടിലുള്ള അമ്മമാർക്കൊക്കെ അറിയാം. അതിൻ്റെ കൂടെ ഒരു കിടിലൻ ഡിഫറൻ്റ് ആയിട്ടുള്ള റെസിപ്പി നമ്മുടെ കൊണ്ടാട്ടം മുളകില്ലേ, അതും കൊണ്ടുള്ളൊരു ചമ്മന്തിയാണ്. ചോറിനാണെങ്കിലും കഞ്ഞിക്കാണെങ്കിലും ബെസ്റ്റ് ഐറ്റമാണ് കേട്ടോ. ഈ രണ്ടാമത്തെ ഐറ്റം എൻ്റെ സ്വന്തം പരീക്ഷണമാണ്. അപ്പം എങ്ങനെയാ, നമുക്കൊന്ന് നോക്കി വെക്കുകയല്ലേ. നമ്മുടെ ഒരു മുരിങ്ങക്ക കുട്ടനെ പൊട്ടിച്ച് തൊലി ചീന്തി കഷ്ണാക്കണം. ഇനി ഒരു പുളിയ മൂവാണ്ടം മാങ്ങ തൊലി ചെത്തി കഷ്ണങ്ങളാക്കി എടുക്കുക. ഒരു 25 ചക്കക്കുരു 4ആയിട്ട് കീറിയെടുക്കണം. ഇനി ചട്ടിയിൽ ചക്കക്കുരു ഇട്ട് വേകാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ച് വേവിക്കണം. അതിനുശേഷം മുരിങ്ങയ്ക്കയും മാങ്ങയിടണം. മഞ്ഞൾപ്പൊടി ഒരു 1/2 ടീസ്പൂണ്, 10 കാന്താരി ചതച്ചത്, മുളക് പൊടി 1 ടേബിൾ സ്പൂൺ ഇട്ട് ഇളക്കി വീണ്ടും വേവാൻ വെക്കണം. വെന്ത ശേഷം ആവശ്യത്തിന് ഉപ്പിടാം. അരപ്പിനായി ഒരു മുറി തേങ്ങ, ചെറിയുള്ളി 5 എണ്ണം, ജീരകം 1 ടീസ്പൂൺ ഇട്ട് നന്നായിട്ട് അരച്ചെടുക്കണം. ഇതിന് ചട്ടിയിലോട്ടിടാം. ജാർ കഴുകിയ വെള്ളം കൂടി ഒഴിക്കാട്ടോ. വെള്ളം നമ്മളുടെ കുറുക്കത്തിനനുസരിച്ച് നിങ്ങൾക്ക് നീട്ടോ കുറുക്കോ ഒക്കെ ചെയ്യാം. തിള വരുമ്പോഴോ ഇറക്കി വെക്കാം. ഇനി വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് വറ്റൽ മുളക് കറിവേപ്പില ഇട്ട് മൂപ്പിച്ച് കറിയിലേക്ക് ഒഴിച്ചാൽ സംഭവം സെറ്റാണ്. കുറച്ച് നേരം ഒന്ന് അനക്കാതെ വെച്ചിട്ടേ നമുക്ക് നല്ല മട്ടേരി ചോറിൻ്റെ കൂടെ ഒരു പിടി പിടിക്കണ്ടേ. ഇനി നമുക്കൊരു സ്പെഷ്യൽ ചമ്മന്തി കൂടി ഉണ്ടാക്കണം. ഇത് സ്വന്തം റെസിപ്പിയാണ് കേട്ടോ. സംഭവം പരീക്ഷണമാണെങ്കിലും സാധനം വേറെ ലെവലായിരുന്നേ. ഒരു 8-10 ചെറിയ ഉള്ളി ചുട്ടെടുക്കണം. 15 കൊണ്ടാട്ടം മുളക് വറുത്ത് നമുക്ക് എടുക്കാം. ഒരു ചെറിയ ഉണ്ടപ്പുളി, തേങ്ങ 1 മുറി, എല്ലാം കൂടെ അരച്ചെടുത്ത് നമ്മുടെ കൊണ്ടാട്ടം മുളക് ചമ്മന്തി റെഡിയാണ്. കഞ്ഞിക്ക്, ചോറിന്, പലതരം പുഴുക്കുകൾക്ക് ഒക്കെ ഇത് മാത്രം മതി എൻ്റെ പൊന്നടാവേ. ഉപ്പൊട്ടും കൂടുതലില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ എപ്പോഴും ചമ്മന്തി ഉണ്ടാക്കുമ്പോൾ ഉപ്പ് കുറച്ചിട്ട് വേണം ഇടാൻ. കാരണം കൊണ്ടാട്ടത്തിന് നല്ല ഉപ്പുണ്ടല്ലോ അല്ലേ, സൂപ്പറായിട്ട് കേട്ടോ. ഇപ്പോൾ നോമ്പ് നടക്കുന്നത് കൊണ്ടും കുറച്ച് നാളായി നമ്മൾ പച്ചക്കറികൾ ചെയ്യാൻ വിമുഖത കാണിച്ചിട്ടുള്ളത് കൊണ്ടും 2 ഐറ്റവും നല്ല ഒന്നാം തരം വെജാണ്. അത് വെറും നാടൻ ഐറ്റമാണേ. അപ്പം ഞാൻ ഇട്ട് കുഴച്ച് കറി നോട്ടെ. ഇതിൻ്റെ കൂടെ ചെമ്മീൻ ഇട്ടാലും എനിക്കിഷ്ടമാണ്, ചെമ്മീൻ ഇല്ലെങ്കിലും ഇഷ്ടമാണ് കേട്ടോ. സത്യത്തിൽ നമ്മൾ എന്തൊക്കെ കറി എങ്ങനെയൊക്കെ ഉണ്ടാക്കിയാലും നാടൻ കറികളുടെ ഒരു രുചിയും നന്മയും വേറെ ഇല്ല കേട്ടോ. സൂപ്പറായിട്ടുണ്ട്, എല്ലാം പാകമാണേ. വിശന്നിട്ടുള്ള തീറ്റയാണ്. നമ്മുടെ പയറ്, ഉണക്കപ്പയർ ഇട്ട് കുഴച്ച്, പപ്പടം. ശരിക്കും ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലെങ്കിൽ പൊടി കറി ധാരാളമാണ് കേട്ടോ. എന്നാലും ഉണ്ടെങ്കിൽ വിടത്തില്ല. ഇട്ട് കുഴച്ച് ഉരുട്ടി. പപ്പടം വേണ്ട, ശരിക്കും പപ്പടം വേണ്ടായിരുന്നു. പപ്പടത്തിൻ്റെ ഉപ്പ് കയറി. നമ്മുടെ ചമ്മന്തി ഇതാ കുറച്ചെടുത്ത് വെച്ച് എടുത്ത് ഇതാണ് മാസ്. അപ്പം ഞാൻ തിരുത്തി, പപ്പടം ഇട്ട് പൊട്ടിക്കരുത്. നമ്മുടെ ചോറെടുക്കുക, അതിൽ ചക്കക്കുരു മാങ്ങയും മുരിങ്ങയൊക്കെ കറി ഇട്ട് കുഴയ്ക്കുക. പയറ് വേണമെങ്കിൽ ഇടാം, ഇല്ലെങ്കിൽ ഇടണ്ട. അതിൻ്റെ കൂടെ നമ്മുടെ കൊണ്ടാട്ടം ചമ്മന്തി വലിയൊരു പീസ് എടുത്തു, കുറച്ചിങ്ങനെ എടുത്ത് കുഴച്ച് എടുത്ത് പിടിച്ച്. കൊണ്ടാട്ടം ചമ്മന്തി ഞാൻ ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നതെങ്കിൽ പോലും നമ്മുടെ ഫേവറേറ്റ് കറിയാണ്. ഒരു രക്ഷയില്ലാട്ടാ. നമ്മുടെ ഈ കറി ഉണ്ടാക്കിയ ചട്ടിയിൽ നാളെ ഒരു ചട്ടിച്ചോറ് നമുക്ക് തട്ടണം വേണ്ടേ. മുരിങ്ങയൊക്കെ തിന്നുമ്പോൾ ഇതുപോലെ കടിച്ച് ചവച്ച് തന്നെ തിന്നണം. സദ്യക്കൊക്കെ പോയിരുന്ന് തിന്നുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ്, നമ്മുടെ വീട്ടിൽ നിന്ന് തിന്നാം. അപ്പോൾ ആ മുരിങ്ങക്കയുടെ എല്ലാ ഗുണവും നമുക്ക് കിട്ടുന്നതായിരിക്കും. ഞാൻ പറഞ്ഞല്ലോ, ഇനി വേനൽക്കാലത്ത് ഭയങ്കര ചൂടാണ്. പരമാവധി പുറത്തുനിന്നുള്ള സാധനങ്ങൾ നമ്മൾ വാങ്ങാതിരിക്കുക. പിന്നെ ഇപ്പോൾ ചക്കക്കാലമാണ്, ഇഷ്ടം പോലെ ചക്കക്കുരുണ്ട്. മാങ്ങക്കാലമാണ്, ഇഷ്ടം പോലെ മാങ്ങയുണ്ട്. ഇനി മുരിങ്ങക്ക ഇട്ടില്ലേലും കുഴപ്പമില്ല, ഇട്ടാലും കുഴപ്പമില്ല. കാരണം ഇപ്പോൾ മുരിങ്ങയിലേൻ്റെ സീസണാണ്. ഇവിടെ വേറൊരാൾ ഇരിക്കുന്നുണ്ട്. നമ്മളൊരു 3 ദിവസം മുമ്പ് ഉണ്ടാക്കിയ നമ്മുടെ ഉണക്കമീൻ ഇടിച്ച ചമ്മന്തി. ഇതാ 3 ദിവസമായിട്ടും പുറത്ത് വെച്ചിട്ട് ഒരു കുഴപ്പമില്ല. ഈ ഒരു കോമ്പിനേഷൻ എങ്ങനെ നോക്കേട്ടാ. സാധാരണ ഞാൻ ഭക്ഷണം കഴിക്കുമ്പോൾ കുറേ പേര് പൊങ്കാല ഇടാറുണ്ട്, എന്നെ ആർത്തി പിടിച്ച് തിന്നണമെന്ന്. ശരിക്കും ഞാൻ ഇക്കാര്യത്തിൽ നിലപരാതി അല്ല കേട്ടോ. കാരണം ഇന്ന് ശരിക്കും ഞാൻ ആർത്തി പിടിച്ച് വിശന്ന് കൂറ കുത്തി തിന്നണം. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിലും ഭയങ്കര അലർജി ആയതുകൊണ്ട് തന്നെ നാക്കിൽ വരെ കുരുവാണ്. 2 ദിവസത്തിന് ശേഷമാണ് ഇന്നൊരല്പം കുറഞ്ഞിട്ട് ഞാൻ ഇഷ്ടമായിട്ട് എന്തെങ്കിലും കഴിക്കണത്, അതും ഇഷ്ടപ്പെട്ട രീതിയിൽ. ഈ ചമ്മന്തിയുടെ കാര്യത്തിൽ ഒരു തീരുമാനവും ഇനി രണ്ടാമത് ആലോചിക്കേണ്ട. വെജിറ്റേറിയൻകാർക്കും നോൺ വെജിറ്റേറിയൻകാർക്കും ഒരുപോലെ ഇഷ്ടപ്പെടും എന്നുള്ള കാര്യത്തിൽ അന്നമ്മ ഗ്യാരണ്ടിയാണ്.
നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന ഐറ്റംസ് നിങ്ങളിതിനെ കാണിച്ച് കൊതിപ്പിക്കുന്നതിനോട് നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. കാരണം ഓടിപ്പോയി ഒരു 5 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാവുന്ന കറികളേ ഉള്ളൂ കേട്ടോ. വിശപ്പ്, കൊതി, ആക്രാന്തം, സാറ്റിസ്ഫാക്ഷൻ എല്ലാം കൂടെ നിറഞ്ഞിട്ട് നമ്മളെല്ലാവർക്കും അറിയാമായിരിക്കും നാടൻ കറി. ഇനി ആർക്കെങ്കിലും അറിയാത്തവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് റെസിപ്പി ഷെയർ ചെയ്യുന്നത്. പക്ഷേ ഇത് അങ്ങനെ അധികം ആർക്കും അറിയാൻ വഴിയില്ല. അപ്പോൾ അവർക്കും കൂടെ വേണ്ടി എന്താ. അപ്പോൾ ഒരുപാട് നാടനും മറുനാടനുമായിട്ടുള്ള റെസിപ്പീസ് നമ്മുടെ ചാനലുണ്ട്. ഏകദേശം 1000 വീഡിയോകളോളം അടുത്തിപ്പോൾ നമ്മുടെ ചാനലിലുണ്ട്. അപ്പോൾ നമ്മുടെ ചാനലിൽ കയറി വരുന്നവർ ഉറപ്പായിട്ടും ചാനലിൽ കയറി നോക്കണം. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മൾ സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഫോളോ ചെയ്യണം. നല്ല റെസിപ്പീസ് മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കണം. എപ്പോഴും നിർദ്ദേശങ്ങളോ അഭിപ്രായങ്ങളുമായിട്ട് കൂടെ ഉണ്ടാകണം. അപ്പോൾ ഒത്തിരി സ്നേഹത്തോടെ നന്നായിട്ട് വെള്ളവും മോരും വെള്ളമൊക്കെ കുടിച്ച് ശരീരം തണുപ്പിക്കുക, പരമാവധി നാടൻ ഭക്ഷണങ്ങൾ കഴിക്കുക എന്നുള്ള ആശംസകളോടെ നിങ്ങളുടെ സ്വന്തം അനുമ.